Hello, students. Welcome back to Edry Learning. നമുക്കറിയാം, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ എടുത്ത് തന്നുകൊണ്ട് പോയതാണ് ഞാൻ. പിന്നെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴായിരിക്കും അല്ലേ, 4-ാം ക്ലാസ് തുടങ്ങി ഏതാണ്ട് 2 മാസമായി എപ്പോഴാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെല്ലാവരോടും സോറി പറയാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് തന്നെ പെട്ടെന്ന് കിടക്കാം. കാരണം നമുക്ക് അധിക സമയമില്ല ചിലവഴിക്കാൻ. ഏതാണ്ട് നമുക്ക് ഈ വരുന്ന 20-ാം തീയതിക്ക് ശേഷമൊക്കെ ആയിട്ട് ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ അതിൻ്റെ മുന്നായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇംഗ്ലീഷ് കറക്റ്റായിട്ട് പഠിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം മുതൽ ഞാൻ എടുക്കുന്നത് മീൻസ് നമ്മുടെ യൂണിറ്റ് 1 ആയിട്ടുള്ള ബിയോണ്ട് ഫിയർ വെച്ചിട്ട് തന്നെയാണ് എന്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു യൂണിറ്റിലോട്ട് കിടക്കാം. അപ്പോൾ യൂണിറ്റ് 1 എന്തായിരുന്നു? ബിയോണ്ട് ഫിയർ അല്ലേ. ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ പേടിക്കും അപ്പുറത്ത്. അതായത് പേടി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ പല രീതിയിൽ പേടിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ആ ഒരു പേടിക്കും അപ്പുറത്താണെന്ത് ബിയോണ്ട് ഫിയർ എന്ന് പറയുന്ന ഒരു മീനിങ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അണ്ടറിലായിട്ട് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഇമേജിൽ മീൻസ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്? അതായത് അതിൽ മഴ പെയ്യുന്നുണ്ട്, ഒരുപാട് വണ്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്, ഒരുപാട് മനുഷ്യന്മാർ കുടയൊക്കെ ചൂടി പോകുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പയ്യൻ, അതായത് നിങ്ങളൊക്കെ പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്താണ്, ഒരു മരത്തിനെ ഉന്തുന്നുണ്ട് അല്ലേ. അതായത് ആ ഒരു മരത്തെ നീക്കാൻ വേണ്ടി ആ ഒരു കുട്ടി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിൻ്റെ ഒരു കോട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ കോട്ട്? എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത്. അതായത് ശരിയായ ഒരു ഹീറോ, അതായത് ശരിക്കുള്ള യഥാർത്ഥമായ ഒരു ഹീറോ എന്ന് പറയുന്നത് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരിക്കലും എന്തല്ല, അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടല്ല, പകരം ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. പക്ഷെ അവരുടെ ആ ഒരു എബിലിറ്റി ഉണ്ട്, മീൻസ് അവരുടെ ഒരു കഴിവുണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും അവരെ നയിക്കാനും പറ്റുന്നൊരു കഴിവിനെയാണെന്ത് ആക്ച്വലി ഒരു ട്രൂ ഹീറോ എന്ന് പറയുന്നത്. അപ്പം അതും ഈ ഒരു പിക്ചറും അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവിടെ എന്താണ്, ഒരുപാട് മനുഷ്യരെ നിങ്ങൾ കാണുന്നുണ്ട്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശക്തി കുറവുള്ള വ്യക്തിയായിരിക്കും എന്ത്, ആ ഒരു ചെറിയ പയ്യൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ പയ്യനാണെന്ത് ആദ്യം, അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയാണ് ആദ്യം ആ ഒരു മരത്തെ നീക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കല്, മറ്റു മനുഷ്യരെന്ത് ചെയ്യും, ആ ഒരു കുട്ടിൻ്റെ കൂടെ കൂടും. സ്വാഭാവികമായിട്ടും ആ മരത്തെ നീക്കി അവരപ്പുറത്തേക്ക് എത്തിക്കും. അപ്പം ശക്തിയല്ല എന്ത് ഒരു മനുഷ്യനെ ഹീറോ ആക്കി മാറ്റുന്നത്, പകരം അവൻ്റെ കഴിവാണ് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നയിക്കാനും വേണ്ടിയൊരു കഴിവിനാണെന്ത് ആക്ച്വലി ഹീറോ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആക്ച്വലി നമുക്കവിടെ ഒരു കോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പേജിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഒരുപാട് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ ഒരുപാട് മനുഷ്യരോട് കാര്യങ്ങൾ പറയുന്ന ചിത്രം കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ എടുത്തു കൊണ്ടുപോകുന്ന മീൻസ് വെള്ളത്തിൽ എടുത്തു കൊണ്ടുപോകുന്ന ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. ഒരു കർഷകനെ കാണുന്നുണ്ട്, ഒരു പട്ടാളക്കാരനെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മാതാപിതാക്കളെ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മദറിനെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മോട് നിരീക്ഷിക്കാനാ പറഞ്ഞതല്ലേ. അതായത് ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ഒരു പിക്ചറിലോട്ട് നോക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ആക്ച്വലി ഈ ഒരു പിക്ചറിലുള്ളത്? മീൻസ് അതിന്റെ അണ്ടറിലായിട്ട് എന്താണ്, നമുക്ക് 2 ചോദ്യങ്ങൾ കൂടി തന്നിട്ടുണ്ടല്ലേ. അതായത് ആദ്യം ചോദിച്ചിട്ടുള്ളത് എന്താ? വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഹീറോ ആയിട്ട് അതായത് ഹീറോ ആയിട്ട് നമ്മൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു പട്ടാളക്കാരനെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഹീറോ ആയിട്ട് കരുതുന്നത്? കാരണം അയാൾ എന്താണ്, നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുകയാണല്ലേ. അതായത് ഒരു പട്ടാളക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ മറ്റു ശത്രുക്കളിൽ നിന്നും ശത്രു സൈന്യങ്ങളിൽ നിന്നും അവിടെ രക്ഷിക്കാനാണെന്ത് ഓരോ പട്ടാളക്കാരും നിലകൊള്ളുന്നത്. അപ്പം അയാൾ എന്താണ്, ഒരു ഹീറോ ആണ്. അതായത് ഒരു രാജ്യത്തിലെ മൊത്തം ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ നമ്മുടെ മുമ്പിൽ ഒരു ഹീറോ ആണ്. അതുപോലെ തന്നെ ഒരു കർഷകൻ നമുക്കറിയാം. ഇപ്പോൾ ഒരു കർഷകൻ എന്താണ്, ഒരു ദിവസം അദ്ദേഹം കരുതാണ് ഇനി കൃഷിയൊന്നും വേണ്ട എന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കല്, നമ്മളെല്ലാവരും പട്ടിണിയാ പോലെ. കാരണം ഓരോ കർഷകൻ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഭക്ഷണമാണത് നമ്മളെ എന്നും ജീവിക്കാൻ വേണ്ടി നമുക്ക് തരുന്നൊരു എനർജി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു കർഷകനടക്കം നമ്മുടെ മുമ്പിൽ ഒരു ഹീറോ ആണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മുടെ ഉമ്മ ആയിക്കോട്ടെ, നമ്മുടെ ഉപ്പ ആയിക്കോട്ടെ, നമ്മുടെ ഏട്ടൻ, അനിയൻ, അനിയത്തി, ഇവരെല്ലാവരും ഹീറോസാണ്. നമ്മളെല്ലാവരും മീൻസ് ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളവരും മറ്റുള്ളവരെല്ലാവരും ഹീറോസാണ്.
കാരണം നമുക്കെല്ലാവർക്കും ആ ഒരു കഴിവുണ്ടായിരിക്കണം. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും, മറ്റുള്ളവരെ നയിക്കാനും വേണ്ടിയുള്ളൊരു കഴിവെന്തായിരിക്കണം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അണ്ടറിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്ത് സ്പെഷ്യലായിട്ടുള്ള ക്വാളിറ്റിയാണ് അവരെ ഒരു ഹീറോ ആക്കി മാറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് എന്തൊക്കെ ക്വാളിറ്റീസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്? അതായത് സഹായം ല്ലേ? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രചോദിപ്പിക്കുന്നുണ്ട്. ഇങ്ങള് മഹാത്മാഗാന്ധിന്റെ പിക്ചർ കണ്ടാൽ മനസ്സിലാവും എന്ത് പ്രചോദിപ്പിക്കുന്നുണ്ട്, അവരെ നയിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഒരു നല്ല ഹീറോന്റെ ക്വാളിറ്റി എന്ന് പറയല്. അതായത് ഒരാളെ നമുക്ക് നല്ല രീതിയിൽ ഒരു കൂട്ടത്തെ നമുക്ക് നയിക്കാൻ പറ്റണം, അവരെ പ്രചോദിപ്പിക്കാൻ കഴിയണം, അവരെ സഹായിക്കാൻ കഴിയണം, അതുപോലെ തന്നെ അവരെ ബഹുമാനിക്കാൻ കഴിയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഒരു ഹീറോന്റെ നല്ല നല്ല ക്വാളിറ്റീസ് ആണ് ട്ടോ. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഞാനും നിങ്ങളും ഒക്കെ നല്ലൊരു ഹീറോ ആവാൻ വേണ്ടി മാറാണ്. ഓക്കെ. എനിക്കറിയാം നിങ്ങളിൽ പലരും ഇന്നെന്താണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ഹീറോസ് ആണ്. അതിനൊന്നുകൂടി നമുക്ക് മൂർച്ച കൂട്ടാൻ, ഒന്നുകൂടി നല്ല ഹീറോസായി മാറാൻ എന്താണ് നമ്മൾ ഇന്ന് മുതൽ ശ്രമിക്കുക ട്ടോ. സോ ഇത്രയുമാണ് ഞാൻ ആക്ച്വലി എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിലൂടെ തരുന്നത്. കാരണം ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. സോ നാളെ മുതൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പാഠത്തിലോട്ട് അതായത് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന് പറഞ്ഞിട്ടുള്ള പാഠത്തിലോട്ട് കടക്കാം ട്ടോ. അപ്പോൾ നാളെ മുതൽ നമ്മൾ നല്ല ഹീറോസായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ഈ ഓണപ്പരീക്ഷയ്ക്ക് നല്ല മാർക്ക് തന്നെ വാങ്ങിയിട്ട് എന്ത് ചെയ്യും പാസ്സാവും ട്ടോ. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെ ആദ്യത്തെ പാഠവുമായിട്ട് കാണാം.